ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്നവരുടെ ലോങ് വീഡിയോസിന് വ്യൂസ് കുറയും, ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടത്തില്ല. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് പുതിയ അപ്ഡേറ്റുകൾ വരുന്നതാണ്, പുതിയ പോളിസികൾ വരുന്നതാണ്, അതുപോലെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ മാറ്റങ്ങളും വരാറുണ്ട്. ഈ അപ്ഡേറ്റുകളിൽ നല്ല അപ്ഡേറ്റുകളും ഉണ്ടായിരിക്കും, ചെറിയ പ്രശ്നങ്ങളുള്ള അപ്ഡേറ്റുകളും ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വരാൻ പോവാണ്. വളരെ റീസെൻ്റ്ലി തന്നെ നമ്മളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് യൂട്യൂബിൽ 2-3 മാസം മുമ്പേ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇതിപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സിനും ഇപ്പോൾ റോൾ ഔട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ചുരുക്കം ചില ക്രിയേറ്റേഴ്സിന് ഓൾറെഡി ഇത് റോൾ ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെൻറ്റിലാണ്. നമ്മളിലേക്കും ഈ ഒരു എക്സ്പെരിമെന്റ് കഴിഞ്ഞാൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അപ്ഡേറ്റിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ അപ്ഡേറ്റ് ഇതുവരെയുള്ള ഏറ്റവും വേസ്റ്റ് അപ്ഡേറ്റ് ആണ്. 2025-ലേന്നല്ല, ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ ഏറ്റവും വൃത്തികെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്നവരുടെ ലോങ് വീഡിയോസിന് വ്യൂസ് കുറയും, ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടത്തില്ല, അൽഗോരിതം നമ്മുടെ ലോങ് വീഡിയോസിനെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, നമ്മുടെ ചാനൽ തന്നെ അവിടെ ചത്തുപോകും. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് വരെ കാണുക. ഈ അപ്ഡേറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് AI ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ഒരു പുതിയ ഫീച്ചറാണിത്. ഈ അപ്ഡേറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ആസ്ക് സ്റ്റുഡിയോ. ഇതാണ് ഈ അപ്ഡേറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ഗൈഡ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലുള്ള വീഡിയോ, ഇതുപോലുള്ള പലതരത്തിലുള്ള ലോങ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോങ് വീഡിയോ, നിങ്ങളൊരു 20-25 മിനിറ്റുള്ള ലോങ് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആലോചിക്കണം, ഇന്നത്തെ സമയത്ത് കൂടുതൽ ആളുകളും റീൽസും ഷോർട്സും ചെറിയ വീഡിയോസ് കണ്ട് എന്റർടൈൻമെന്റ് ആവുന്ന ആളുകളാണ്. ഈ സമയത്താണ് ഇതുപോലൊരു അപ്ഡേറ്റ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു ലോങ് വീഡിയോ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ AI-യോട് ചോദിക്കാം, വാട്ട് ഈസ് അബൌട്ട് ദിസ് വീഡിയോ, എന്തിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ AI ഒരു 2-3 ലൈനിൽ ഈ വീഡിയോയുടെ ഒരു സമ്മറി അവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ അവരത് വായിച്ചിട്ട് അവരുടെ പാട്ടിന് പോകും. അവർ നമ്മുടെ ഈ വീഡിയോ കാണത്തില്ല, അവർ നമ്മുടെ വീഡിയോസ് ഒട്ടുമേ കാണത്തില്ല. കാരണം അവർ തുടക്ക സമയത്ത് അവർ AI-യോട് ചോദിക്കും, വാട്ട് ഈസ് അബൌട്ട് ദിസ് വീഡിയോ, എന്തിനെക്കുറിച്ചുള്ളതാണ്. AI 2-3 ലൈനിൽ അവർക്ക് ആൻസർ കൊടുത്തു, അവരത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മതി, അവർ ഉടനെ തന്നെ സ്കിപ്പ് അടിക്കും. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ അവിടെ കുറഞ്ഞു പോകും. ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ഈ വീഡിയോ പിന്നീട് കൂടുതൽ ആളുകളിലേക്ക് അയക്കത്തില്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി ടോട്ടൽ വ്യൂസ് അതവിടെ കുറഞ്ഞു പോകും. നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതി വ്യൂസ് പോലും ഇനി കിട്ടാൻ പോകുന്നില്ല. ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പം വരത്തില്ല. കാരണം ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടാലേ ആളുകൾ എന്റർടൈൻ ആകത്തുള്ളൂ. പക്ഷേ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും പണി കിട്ടും, എല്ലാവരുടെയും വ്യൂസ് കുറയും. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും വ്യൂസ് കുറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ഒബ്ജെക്ഷൻസ് നമ്മുടെ യൂട്യൂബിനെ അറിയിക്കുക. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.